afternoon, dear children. Welcome to this class. Hope you are fine. I am also fine. Last class, we started the new lesson, that is chapter 11, perimeter and the area. Then today, we are going to discuss the exercise questions from that chapter. Let's start the class. All the best. Okay, listen, children. First question. The length and the breadth of a rectangular piece of land are 500 meter and 300 meter respectively. ഒരു റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ്, റെക്ടാങ്കുലർ ഷേപ്പ് നമുക്കറിയാമല്ലോ, റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ്, ഒരിടത്ത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ലാൻഡ് ഉണ്ട്. അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് ബ്രെഡ്ത്ത് ആണല്ലോ, ലെങ്ത് കൂടിയത്, ലെങ്ത് സൈഡ് ബ്രെഡ്ത്ത് സൈഡ്. ഓക്കെ, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ 500 മീറ്റർ ആൻഡ് 300 മീറ്റർ റെസ്പെക്റ്റീവ്ലി. ലെങ്ത് ആയിരിക്കുമല്ലോ കൂടുതൽ, അപ്പോൾ 500 മീറ്റർ ആൻഡ് 300 മീറ്റർ റെസ്പെക്റ്റീവ്ലി. Find its area and the cost of land if 1 meter square of the land cost ₹1000. ഇവിടെ ക്വസ്റ്റ്യൻ രണ്ട് സെക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ടു ഫൈൻഡ് ദ ഏരിയ, ദെൻ വൺ ടു ഫൈൻഡ് ദ കോസ്റ്റ്. ടു ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ ടു ഫൈൻഡ് ദ ഏരിയ. ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഏരിയ? ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? ലെങ്തും വേണം, ബ്രെഡ്ത്തും വേണം. ലെങ്ത് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 500 മീറ്റർ, ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 300 മീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു, വാട്ട്സ് ദ ലെങ്ത്? യെസ്, 500 മീറ്റർ ഇൻറ്റു വാട്ട് ഈസ് ബ്രെഡ്ത്ത്? 300 മീറ്റർ ഈക്വൽ ടു 5 into 3. 5 into 3 ഈസി. സീറോസ് ഒക്കെ വരുന്നതിനെ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Numbers multiply. 5 into 3, 15. Then here how many 0? 2 0. And here also 2 0. Then 1 tens 100, 1000, 10,000. Then 1,50,000 meter square. കാരണം ഇവിടെയും മീറ്റർ ആണ്, ഇവിടെയും മീറ്റർ ആണ്. നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ട് യൂണിറ്റ്സും സെയിം ആണോ നോക്കണം. സപ്പോസ് ഇപ്പോൾ one of the unit is in centimeter and another is in meter, then you must ഈക്വലൈസ് ദ യൂണിറ്റ്സ്. യൂണിറ്റ്സിനെ ഈക്വൽ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഒന്ന് മീറ്ററിൽ ഒന്ന് സെന്റിമീറ്ററിലാണെങ്കിൽ ഒന്നുകിൽ സെന്റിമീറ്ററിനെ കൂടെ മീറ്ററിലാക്കുക, അല്ലെങ്കിൽ മീറ്ററിനെ കൂടെ സെന്റിമീറ്ററിലാക്കുക. അപ്പൊ ഇതേപോലെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെയൊക്കെ യൂണിറ്റ് സെയിം ആണെന്നാണ്. അപ്പൊ ഇവിടെ നോക്കിയപ്പോൾ യൂണിറ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ 2 മീറ്റർ, ഇവിടെയും മീറ്റർ, ഇവിടെയും മീറ്റർ, മീറ്റർ ഇൻറ്റു മീറ്റർ, എ ഇൻറ്റു എ സ്ക്വയർ അല്ലേ. അപ്പൊ അങ്ങനെയാണ് മീറ്റർ ഇൻറ്റു മീറ്റർ എന്തായത്? മീറ്റർ സ്ക്വയർ ആയത്. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി 1,50,000 എന്ന് നമുക്ക് കിട്ടി. ഏതിന്റെ ഏരിയ? ഈ ലാൻഡിന്റെ ഏരിയ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ആണ്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ലാൻഡ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിന് തന്നിട്ടുണ്ട്. 1 മീറ്റർ സ്ക്വയറിന്റെ തന്നിട്ടുണ്ട്. 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലാൻഡ് per meter square equal to, per meter square means 1 meter square. അപ്പോൾ കോസ്റ്റ് ഓഫ് ലാൻഡ് per meter square means 1 meter square എന്നുള്ള മീനിങ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലാൻഡ് per meter square is given, that is 1,000 rupees. 1000. അപ്പോൾ 1000 rupees ആണ് 1 meter square. നമുക്കിവിടെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട്? 1,50,000 മീറ്റർ സ്ക്വയർ ഉണ്ട് ആണല്ലോ. അപ്പോൾ ഒരു പേനയ്ക്ക് 5 രൂപയെങ്കിൽ 10 പേനയ്ക്ക് 10 into 5 ആണല്ലോ. Okay, same way here the cost of land per meter square is 1,000. Then what is the cost of land? 1,50,000 meter square. എന്ത് ചെയ്താൽ മതിയായിരിക്കും? യെസ്, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ. കാരണം 1 മീറ്റർ സ്ക്വയറിന്റെ തന്നിരിക്കുന്നത് എങ്കിൽ ഇത്രയും മീറ്റർ സ്ക്വയറിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാം. കോസ്റ്റ് ഓഫ് ലാൻഡ് at 1,50,000 meter square equal to 1,50,000 meter square കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1,50,000 into 1,000 equal to 0. എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്യാൻ 0 കൊടുത്താൽ മതിയല്ലോ. 150, here 1 2 3 zeros, and here also 1 2 3 zeros. Rupees. How much rupees? 1 tens 100, 1,000, 10,000, lakh, 10 lakh, crore, 10 crore, 15 crore rupees. 15 crore. ക്ലിയർ ചിൽഡ്രൻ? സിമ്പിൾ ആണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കുക.
പിന്നെ പെർ മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, മീൻസ് 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ മതി, ആ റേറ്റ് കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ചിൽഡ്രൻ? യെസ്. പ്ലീസ് റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. Okay, listen children. The next question. Find the area of a square park whose perimeter is 320 meter. Question number 2. Question number 2. Find the area of the square park whose perimeter is 320 meter. ഒരു സ്ക്വയർ പാർക്കാണ്. സ്ക്വയർ മീൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഒരു സ്ക്വയർ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. വാണ്ട് ടു ഫൈൻഡ് ഏരിയ. ഏരിയ വാണ്ട് ടു ഫൈൻഡ് ഹൂസ് പെരിമീറ്റർ ഈസ്. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്, വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ? ദിസ് പെരിമീറ്റർ ഈസ് ഗിവൺ, പി ഈസ് ഗിവൺ 320 മീറ്റർ. പെരിമീറ്റർ ഈസ് ഗിവൺ 320 മീറ്റർ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്, എന്നാൽ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഏരിയ? What is the formula of area? Area of the square? Yes, side into side. Side into side. That is the formula of the area. For finding area, we want the side. Side ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സൈഡ് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്തേ തന്നിട്ടുള്ളൂ, പെരിമീറ്ററെ തന്നിട്ടുള്ളൂ, പി ആണ് തന്നിട്ടുള്ളത്. What is the formula of the perimeter of the square? Square ന്റെ പെരിമീറ്ററിന്റെ ഫോർമുല എന്താ? Yes, 4 into side. 4 into side. 4 into side ആണ് എന്തെന്ന് പറയുന്നത്, പെരിമീറ്റർ. പക്ഷെ പെരിമീറ്റർ തന്നിട്ടുള്ളത്. That means 4 into side is given. What is 4 into side? 4 into side is given. That is perimeter. That is 320 meter. ആണല്ലോ. പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, പി ആണ് തന്നിട്ടുള്ളത്. പി എന്ന് പറയുന്നത് 4 into side ആണ്. That is 4 into side is equal to 320 meter. നമുക്ക് എഴുതാമല്ലോ. യെസ്. Then ഇവിടെ നിന്നപ്പോൾ 4 ഉണ്ട്, സൈഡ് ഉണ്ട്, 320 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാമല്ലോ. സൈഡ് ഈക്വൽ ടു യെസ് 320 into 4. അപ്പുറത്തും എന്താവും, ഡിവൈഡഡ് ബൈ 4 ആകും. 320 divided by 4 equal to 4 how many times in 32? Yes, 8 times. Then 8 and the 0, that is 80 meter. അപ്പോൾ ഇതിന്റെ സൈഡ് കിട്ടി, എത്രയെന്ന് കിട്ടി, 80 meter എന്ന് കിട്ടി. ക്ലിയർ ചിൽഡ്രൻ? ക്ലിയർ? അപ്പോൾ ഇതിന്റെ സൈഡ് കിട്ടി 80 meter. അപ്പോൾ അങ്ങനെ ഇതും എത്ര തന്നെയാണ്, 80 meter, because it's a square, all sides are equal. അപ്പോൾ 80 meter എന്ന് കിട്ടി. Then we want to find the area. Then area equal to, what is the formula of area? Side into side. Side into side, that is equal to, side is given
we got the side, that is 80 into 80. That is, what is 8 into 8? Yes, 8 8s are 64. Then here one 0 and here also one 0. That is meter square, because the unit of area is meter square. ഇവിടെ നമുക്ക് സൈഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളിവിടെ മീറ്റർ എന്ന് എഴുതിയത്. ഏരിയ എഴുതിയപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതി? മീറ്റർ സ്ക്വയർ എന്ന് എഴുതി. ക്ലിയർ ചിൽഡ്രൻ? ക്ലിയർ? അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ക്വസ്റ്റ്യനിൽ തന്നിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്തു? ഒരു പിക്ചർ വരച്ചു. ഏരിയയാണ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനെ ഒന്ന് ചെയ്യുക, ഇതേപോലെ ഒന്ന് ലേ ഔട്ട് ചെയ്യുക. അപ്പൊ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഏരിയയുടെ ഫോർമുല സൈഡിന്റെ സൈഡാണ്. അപ്പൊ നമുക്ക് സൈഡ് വേണം. സൈഡ് വേണമെങ്കിൽ നമുക്ക് ഏത് തന്നിട്ടുള്ളൂ? പെരിമീറ്റർ തന്നിട്ടുള്ളൂ. അപ്പൊ പെരിമീറ്ററിന്റെ ഫോർമുലയിലോട്ട് പോയി അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 4 സൈഡിൽ അപ്ലൈ ചെയ്തു, 320 അപ്ലൈ ചെയ്തു, അവിടെ നിന്ന് സൈഡ് കണ്ടുപിടിച്ചു. അപ്പൊ 80 മീറ്റർ കിട്ടി. ആ 80 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏരിയയും കണ്ടുപിടിച്ചു. ക്ലിയർ ചിൽഡ്രൻ? മഴ പെയ്യുന്നത് കൊണ്ടാണ് ഒരു വേറൊരു നോയിസ് കേൾക്കുന്നത്. അപ്പൊ മറ്റ് ഡിസ്റ്റർബൻസ് നിങ്ങൾ ചിന്തിക്കേണ്ട, പുറത്ത് നല്ല മഴയാണ്, അതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ്. അപ്പോൾ ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ആണ്. റെക്ടാങ്കുലർ പ്ലോട്ടിൽ ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഫൈൻഡ് ദ ബ്രെഡ്ത്ത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. Find the breadth of the rectangular plot of land. If its area is, then area is given. Area is, what is the formula of area? Yes, length into breadth. That is given. It is 440 meters square. And the length is given. Length equal to 22 meter. Also find its perimeter. കണ്ടോ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെ നമ്മൾ ഇതേപോലെ ഒന്ന് കൺസിഡറേറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അത് നമ്മൾ എഴുതി. ലെങ്തും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും എഴുതി. പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്ററിന്റെ ഫോർമുല എന്താ? വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് പെരിമീറ്റർ? 2 into L plus B. അപ്പോ പെരിമീറ്റർ കാണണമെങ്കിൽ അവിടെ ലെങ്തും വേണം ബ്രെഡ്ത്തും വേണം. ലെങ്തും വേണം ബ്രെഡ്ത്തും വേണം. അപ്പൊ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് ആണ് വേണ്ടത്. അപ്പൊ ഏരിയയും തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ആ കണ്ടന്റിൽ നിന്ന് അടുത്തത് കണ്ടുപിടിക്കുക. അപ്പൊ ഏരിയ ഇസ് ഗിവൺ. ദെൻ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇസ് ഗിവൺ 440 മീറ്റർ സ്ക്വയർ. ദെൻ ലെങ്ത് ഇസ് ഗിവൺ. അപ്പൊ എനിക്ക് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് 440 മീറ്റർ എന്ന് എഴുതാലോ, മീറ്റർ സ്ക്വയർ എന്ന് എഴുതാലോ. ലെങ്ത് ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 22 ഇൻടു ബ്രെഡ്ത്ത് ഇസ് നോട്ട് ഗിവൺ, ദെൻ B അങ്ങനെ തന്നെ എഴുതുക. B is equal to 440 meter square. Then what is breadth? Breadth is equal to 440, then into 22 divided 22 എന്ത് ചെയ്യും? അപ്പുറത്തോളം divided by 22 ആകും. 22 how many times in 44? 2 times. That is equal to 2. പിന്നെ ഈ 0 ഇവിടെ ആയി 20 meter. breadth കിട്ടി 20 meter. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു 20 meter. Then want to find the perimeter. Then what is perimeter? 2 into L plus B equal to 2 into what is length? Length 22. Then plus what is breadth? Breadth we got, that is 20 equal to 2 into 22 plus 20. 22 plus 20 is 42 equal to, then what is 2 into 42? Is 2 into 2 4. Then 4 into 2 8. That is 84 meter. പെരിമീറ്ററിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്ററിലാണെങ്കിൽ മീറ്റർ തന്നെയാണ്, സെന്റിമീറ്ററിന് സെന്റിമീറ്റർ തന്നെയാണ്. ഏരിയ മാത്രമാണ് എന്താണ് മീറ്റർ സ്ക്വയറോ സെന്റിമീറ്റർ സ്ക്വയറോ ഒക്കെ ആകുന്നത്. ക്ലിയർ ചിൽഡ്രൻ? ക്ലിയർ? ഓക്കെ, ദെൻ വൺസ് മോർ, ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം, ഏരിയ തന്നിട്ടുണ്ടായിരുന്നു, ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ കൂടാതെ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു, ആ ബ്രെഡ്ത്ത് വെച്ച് പെരിമീറ്റർ കണ്ടുപിടിച്ചു. ക്ലിയർ ചിൽഡ്രൻ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക? രണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കുക. നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. വീഡിയോ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നോക്കുക, സ്ക്രീനിൽ നോക്കി എന്ത് ചെയ്യുക? അതിനെ കറക്റ്റ് ചെയ്യുക. ക്ലിയർ ചിൽഡ്രൻ? യെസ്, പ്ലീസ് റൈറ്റ് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്.
Okay, listen children. The next question. The area of a square park is the same as of a rectangular park. ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, നമ്മളെ കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അതിന്റെ ഓരോ പോയിന്റും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിനെ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നന്നായി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വരുന്ന കണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ദ ഏരിയ ഓഫ് എ സ്ക്വയർ പാർക്ക്. അപ്പൊ ഇവിടെ ഒരു സ്ക്വയറും തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു റെക്ടാങ്കുലറും തന്നിട്ടുണ്ട്. ഒരു സ്ക്വയറും ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു റെക്ടാങ്കിളും ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ദ ഏരിയ ഓഫ് എ സ്ക്വയർ പാർക്ക് ഈസ് ദ സെയിം ആസ് ഓഫ് എ റെക്ടാങ്കുലർ പാർക്ക്. ഈ ഏതിന്റെയൊക്കെ സ്ക്വയറിന്റെ ഏരിയയും റെക്ടാങ്കുലറിന്റെ ഏരിയയും സെയിം എന്നാണ് പറയുന്നത്. ഏരിയയാണ് സെയിം എന്ന് പറയുന്നത്. ഇതിന്റെയും ഏരിയ എന്താണ്, സെയിം ആണ്. റെക്ടാങ്കുലർ പാർക്കിന്റെ ഏരിയയും സെയിം ആണ്, പിന്നെ ഏതിൻ്റെതാ, സ്ക്വയർ പാർക്കിന്റെ ഏരിയയും സെയിം ആണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ പാർക്ക് ഈസ് 60 മീറ്റർ. സ്ക്വയർ പാർക്കിന്റെ സൈഡ് 60 മീറ്റർ and the length of the rectangular park is 90 meter. റെക്ടാങ്കുലർ പാർക്കിന്റെ ലെങ്ത് 90 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ആണ് നമ്മളിവിടെ ഫൈൻഡ് ദി ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ പാർക്ക്. ഈ റെക്ടാങ്കുലർ പാർക്കിന്റെ ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെക്ടാങ്കുലർ പാർക്കിന്റെ ബ്രെഡ്ത്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ is given equal to 60 meter. The length of the rectangle is given equal to 90 meter. Want to find breadth of the rectangle. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, രണ്ടിന്റെയും ഏരിയ സെയിം ആണ്. What is the area of the square? Yes, side into side. Then what is the area of the rectangle? L into B. ഇത് രണ്ടും ഈക്വൽ എന്നല്ലേ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതായത് സ്ക്വയറിന്റെ സൈഡ് ഇൻറ്റു സൈഡ് ആയ ഏരിയയും റെക്ടാംഗിളിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയ ഏരിയയും സെയിം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെ ഏരിയ സെയിം എങ്കിൽ നമുക്ക് ഇതിന്റെ ഫോർമുല ഈക്വൽ ചെയ്ത് എഴുതിക്കൂടെ? എഴുതാം, because the area of both the figures are equal. Okay children, then what is side into side? Then side is given, that is 60. Then 60 into 60 equal to what is the length? Yes, 90 into breadth. ഇനി ഫോർമുലയിൽ ഞാൻ ഈ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. ഫോർമുലയിൽ തന്നിരിക്കുന്ന മെഷർമെന്റുകൾ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇതിന്റെ കാൽക്കുലേഷന്റെ സൗകര്യം ഞാൻ ഇതിനെ തിരിച്ചെഴുതുകയാണ്. That is 90 into B equal to 60 into 60. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചെഴുതുന്ന വ്യത്യാസമില്ലല്ലോ, വേറെ ഒന്നും മാറ്റം വരുത്തിയില്ല. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. ഓക്കെ, then 90 into B equal to 60 into 60. What is 60 into 60? What is 6 into 6? Yes, 36. Then double 0. And what is B equal to 3600 divided by 90. Then 0 will cancel. Then 9 how many times in 36? Yes, 4 times. 4 and then here on 0, that is 40 meter. Breadth കിട്ടി, breadth equal to 40 meter എന്ന് കിട്ടി. എങ്ങനെ? വേറെ വലിയ കാൽക്കുലേഷനിലോട്ടൊന്നും പോയില്ല. ക്വസ്റ്റ്യനിൽ തന്നിരുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഏരിയയെ എന്ത് ചെയ്തു, ഈക്വൽ ആക്കി എഴുതി. അതിൽ നമ്മൾ മെഷർമെന്റ്സ് അപ്ലൈ ചെയ്തു. ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, ബ്രെഡ്ത്ത് എത്രയെന്ന് കിട്ടി, 40 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ചിൽഡ്രൻ? ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി ഇത് ശരി തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? ഇതൊരു സൈഡ് കാൽക്കുലേഷൻ ആണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സൈഡ് കാൽക്കുലേഷൻ ആണ്. നമുക്ക് ഇത് ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സൈഡ് കാൽക്കുലേഷൻ. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? 60 into 60. What is 60 into 60? 60 into 60 we got 60 into 60 is 3600. Okay, then here the length is given. What is the area of the rectangle? Length into breadth. Length is given 90. Then breadth we got, that is 40. Then what is 9 into 4? Is 36. Then how many 0? 2 0. Okay,
3600 3600 ഇത് എന്തിൻ്റെതാ? സ്ക്വയറിൻ്റെതാ. ഇത് ഏതിൻ്റെതാ? റെക്ടാംഗിളിൻ്റെതാ. സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3600 എന്ന് കിട്ടി. റെക്ടാംഗിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും എത്രയും തന്നെ കിട്ടി? 3600 എന്ന് കിട്ടി. രണ്ടും ഈക്വൽ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് റൈറ്റ്. കണ്ടോ? ഒരു എക്സാമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കാം നമ്മൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണോ. അതിന് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്താൽ മതി? അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ചിൽഡ്രൻ? ക്ലിയർ? ഓക്കെ. അപ്പോൾ വേറൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നാൽ അതിനകത്ത് ഒത്തിരി കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്താണോ തന്നിരിക്കുന്നത് അതിനെ എടുത്ത് എഴുതുക. ആ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം വാല്യൂസ് അപ്ലൈ ചെയ്യുക. ക്ലിയർ ചിൽഡ്രൻ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതും നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി പ്രോബ്ലംസ് തരുന്നില്ല. പിന്നെ ഇതിന്റെ പിന്നാലെ ഈ ക്ലാസ് കഴിയുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണുവാൻ സാധിക്കും. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇരുന്ന് എന്ത് ചെയ്യുക? അത് ചെയ്യുക. ഹോംവർക്കും കൂടെ ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ഈ മാസം അവസാനം ഇനിയിപ്പോൾ എക്സാം ഒക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. സമയങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക. നമ്മളിപ്പോ പിന്നെ എന്താണ് കോവിഡിന്റെ ആ ഒരു ഭീതിയിലൊക്കെ ആയിരിക്കുകയാണ്. ഭയമല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുക. കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യുക. പിന്നെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക? സോപ്പൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? കൈയൊക്കെ നന്നായിട്ട് കഴുകുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. മാസ്ക് നിർബന്ധമായിട്ട് ധരിക്കുക. ഓക്കെ ചിൽഡ്രൻ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.